CPM പറവൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയം വളർച്ചയുടെ ഒരു ഘട്ടമാണ് ഈ പുതിയ ഓഫീസ് കെട്ടിടം കുറിക്കുന്നത്. ഇതിലൂടെ കൂടുതൽ നല്ല നിലക്ക് പ്രസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനാകുമെന്നും കൂടുതൽ മികവിലേക്ക് പാർട്ടി സംഘടനയെയും ബഹുജന സംഘടനകളെയും വളർത്താനാകുമെന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കെട്ടിടം ഇത്തരത്തിൽ ഒരുക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയും അതിനെ സഹായിക്കുകയും ചെയ്ത, അതുമായി സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. നമ്മുടെ രാജ്യം ഒരു പ്രത്യേക ഘട്ടത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത്. ഏതാനും നാളുകൾ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിധി നിർണ്ണയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം സ്വാഭാവികമായും വരും. തെരഞ്ഞെടുപ്പിൽ എന്ത് സമീപനം സ്വീകരിക്കണം എന്നത് ഇന്ന് രാജ്യത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഗൗരവമായ പ്രശ്നമായി നിൽക്കുകയാണ്. എന്നാൽ ഏറെക്കുറെ എല്ലാവരും ഒരു നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇനിയൊരു 5 വർഷം കൂടി തുടരുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സർവനാശത്തിലേക്കാണ് നയിക്കുക എന്ന ബോധ്യമാണ്. കാരണം രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അടിസ്ഥാനപരമായ ചില മൂല്യങ്ങളിൽ ഊന്നിയാണ് നിൽക്കുന്നത്. അതിലൊന്ന് മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന BJPക്ക് തെല്ലും യോജിപ്പില്ല. അതിന് കാരണം അവർക്ക് നേതൃത്വം കൊടുക്കുന്ന RSS മതനിരപേക്ഷതയെ എതിർക്കുകയാണ്. അവർക്ക് മതനിരപേക്ഷതയല്ല വേണ്ടത്. നമ്മുടെ രാജ്യം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായി മാറുകയാണ് വേണ്ടത്. അത്തരത്തിലൊരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. മതനിരപേക്ഷത രാജ്യത്തിന് ഉറപ്പ് നൽകുന്നത് ഭരണഘടനയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ ഭരണഘടന പൊളിച്ചെഴുതണം. നമ്മുടെ രാജ്യത്തിന് ചേർന്നതല്ല. രാജ്യത്തിന് ആപത്തുകൾ വരുത്താൻ മാത്രമേ ഈ ഭരണഘടന വഴിവെക്കൂ. ഭരണഘടനയെ തങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇത്തരമൊരു നിലപാടാണ് RSSും അതിൻ്റെ ഭാഗമായി BJPയും സ്വീകരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരടക്കം ഭരണഘടനയെ തള്ളിപ്പറയുന്നു. മതനിരപേക്ഷതയെ
തള്ളിപ്പറയുന്നു. മതനിരപേക്ഷത തകർക്കാനുള്ള ഒട്ടേറെ നടപടികൾ രാജ്യവ്യാപകമായി സംഘപരിവാർ സ്വീകരിക്കുന്നു. അതിലൊന്ന് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുക എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കാൻ പലതും ആയുധമാക്കുകയാണ്, പല വഴികൾ തിരഞ്ഞെടുക്കുകയാണ്. പല പേരിലാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് രക്ഷയില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ക്രൈസ്തവരുടെ നേരെ ഒരു ഘട്ടത്തിൽ ആക്രമണം നടന്നു. ആ ആക്രമണത്തിൽ ഘർവാപ്പസി, വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയത്. ക്രൈസ്തവ വിഭാഗം രാജ്യത്തില്ലാതാകുന്ന തീയതി പോലും പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംഘപരിവാർ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചത്. ഒട്ടേറെ സംഭവങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായി. മുസ്ലിം വിഭാഗത്തിന് നേരെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആക്രമണങ്ങൾ നടക്കുന്നു. ആ ആക്രമണങ്ങളിൽ പല മാർഗം സ്വീകരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഫലമായി എന്താണ് സംഭവിക്കുന്നത്? രാജ്യത്ത് വർഗീയമായ ചേരിതിരിവ്, വർഗീയ സംഘർഷം, ജനങ്ങളെ പ്രത്യേകം അറകളിലാക്കി മാറ്റാൻ, ഒരു വിഭാഗത്തിൽ മറ്റൊരു വിഭാഗത്തിനെതിരെ വലിയ രോഷം, വിദ്വേഷം, പക, ഇതെല്ലാം ഉണ്ടാവുകയാണ്. അതാണ് നാം ഡൽഹിയിൽ നിന്ന് പോകുന്ന ട്രെയിനിൽ ജുനൈദ് എന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കണ്ടത്. ഒരു തെറ്റും ചെയ്യാത്ത സഹോദരങ്ങൾ കഴിഞ്ഞ നോമ്പുകാലത്ത് വീട്ടിൽ നോമ്പ് തുറക്കാൻ എത്തുന്നതിന് വേണ്ടി പോവുകയാണ്. അവരെ കണ്ടാൽ വേഷഭൂഷാദികളിലൂടെ മുസ്ലിമാണെന്ന് മനസ്സിലാക്കാനാവും. ആ ഒറ്റ കാരണം, വേറെ ഒരു പ്രകോപനവും ഉണ്ടായില്ല, ഒരു വാക്തർക്കം പോലും ഉണ്ടായില്ല. ആ സഹോദരങ്ങളെ ഒരു കൂട്ടം ട്രെയിനിലുണ്ടായിരുന്ന സംഘപരിവാറുകാർ ആക്രമിക്കുന്നു. ആ ആക്രമണത്തിൽ ഏറ്റവും ഇളയ സഹോദരനെ ട്രെയിനിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തി പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഇവിടെയാണ് ആളുകളിൽ ഉണ്ടാകുന്ന പകയും വിദ്വേഷവും നാം കാണേണ്ടത്. ഏതു തരത്തിലുള്ള മനോഭാവത്തിലേക്ക് ആളി എത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ അവസാനത്തെ അറ്റമാണ് ഈ കഴിഞ്ഞ ദിവസം നാം കാണേണ്ടി വന്നത്. ഗാന്ധിജിയുടെ 150-ാം ജന്മദിനം ആചരിക്കുന്ന ഘട്ടം. ഗാന്ധിജിയെ വീണ്ടും കൊലപ്പെടുത്തുന്ന സന്ദർഭവും ഇതേ ഘട്ടത്തിൽ നമുക്ക് കാണേണ്ടി വന്നു. ഹിന്ദു മഹാസഭ, അതിൻ്റെ അഖിലേന്ത്യാ നേതാവ് ഗാന്ധിജിയെ വീണ്ടും നിറയൊഴിക്കുകയാണ്. ചിത്രം വെച്ച് അതിൻ്റെ താഴെ രക്തക്കറയാക്കി ഗാന്ധിജിയെ കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ മഹതി
പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്, ഗോഡ്സേക്ക് മുൻപ് ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഗാന്ധിജിയെ കൊല്ലുമായിരുന്നു. ഗോഡ്സെയെ ദൈവമായി വാഴ്ത്തുകയാണ്. ഗാന്ധിജി വധിക്കപ്പെടേണ്ടവരാണ് എന്ന് ചിത്രീകരിക്കുകയാണ്. ഇതാണ് രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യം. മതനിരപേക്ഷത നമ്മുടെ രാജ്യത്ത് നിലനിൽക്കാൻ പാടില്ല. മതനിരപേക്ഷതയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാറ്റിനെയും തകർക്കും. അതായിരുന്നു ഗാന്ധിജിക്കെതിരെയുള്ള പകക്ക് കാരണം. മതസൗഹാർദ്ദത്തിനു വേണ്ടി, അന്നത്തെ വർഗീയ സംഘർഷം ശമിപ്പിക്കുന്നതിനു വേണ്ടി, വർഗീയ കലാപം ശമിപ്പിക്കുന്നതിനു വേണ്ടി ഇടപെട്ടു എന്നതായിരുന്നു സംഘപരിവാറിന് ഗാന്ധിജിയുടെ വിരോധമുണ്ടാകാനുള്ള കാരണം. ഇപ്പോൾ പല മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. അതിലൊന്നാണ് പശു, മറ്റൊന്നാണ് പശുവിൻ്റെ മാംസം. നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് ഗോമാംസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഗോമാംസമൊന്നും വേണ്ട, ഒരാളെ കൊല്ലണമെന്ന് തീർച്ചപ്പെടുത്തിയാൽ ആ വീട്ടിലേക്ക് അരച്ച് കയറുകയാണ്. ഇവിടെ ഗോമാംസം ഉണ്ടെന്ന് പറഞ്ഞ് കൊല്ലുകയാണ്. പശുവിൻ്റെ പേരിൽ എത്രയോ ആളുകളെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ മതനിരപേക്ഷത പൂർണ്ണമായും ആപത്തിലാക്കുന്ന നിലയാണ് സ്വീകരിച്ചു പോകുന്നത്. ഈ കൂട്ടർക്ക് ഒരു തവണ കൂടി നമ്മുടെ രാജ്യം ഭരിക്കാൻ അവസരം കിട്ടിയാൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത പൂർണ്ണമായി തകരുന്ന നിലയുണ്ടാവും. രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർന്നാൽ അതിൻ്റെ ഭാഗമായി ഇന്ത്യ തകരും. കാരണം ജനങ്ങളുടെ ഐക്യമാണ് ഇല്ലാതാവുക, ജനങ്ങളിൽ വലിയ ശിഥിലീകരണമാണ് ഉണ്ടാവുക, ഛിദ്രവാസനകളാണ് വളരുക. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നാശത്തിനായിരിക്കും ഈ വിഭാഗം അധികാരത്തിൽ തുറന്നാൽ വഴിവെക്കുക. ഇതുതന്നെയാണ് നമ്മുടെ രാജ്യത്തുള്ള ജനാധിപത്യത്തിൻ്റെ ഈ സ്ഥിതി. ജനാധിപത്യം എഴുതപ്പെട്ട മാനദണ്ഡങ്ങളും കൃത്യമായ കീഴ്വഴക്കങ്ങളും വെച്ച് നടന്നു പോകുന്നതാണ്. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്ന ബോധമുണ്ടാവണം. ഇവിടെ ജനാധിപത്യത്തെ തെല്ലും മാനിക്കാത്ത ഒരു സർക്കാരാണ് BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാർ. കാരണം RSS ജനാധിപത്യം അംഗീകരിക്കുന്നില്ല, ജനാധിപത്യ രീതി അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തോട് പുച്ഛമാണ്. ജനാധിപത്യത്തിൻ്റെ ഭാഗമായി നാം ഇവിടെ പാർലമെൻ്ററി ജനാധിപത്യമാണ് അംഗീകരിച്ചിട്ടുള്ളത്. പാർലമെൻറ്റിനോട് എത്ര വലിയ പുച്ഛമാണ് പ്രധാനമന്ത്രി അടക്കമുള്ള ഭരണകർത്താക്കൾക്കുള്ളത്. ഏതെല്ലാം ഘട്ടത്തിൽ പാർലമെൻറ്റിനെ അവഹേളിക്കുന്ന, തുടർച്ചയായി അപഹസിക്കുന്ന നാം എല്ലാവരും സ്തംഭിച്ചതാണത്. അത്തരത്തിലൊരു പറയാൻ നിർബന്ധിതമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇടപെടലുകൾ എത്രത്തോളമായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നാലോചിക്കണം. ജുഡീഷ്യറി ആയതുകൊണ്ട് അവരുടെ പരിമിതികൾക്കകത്ത് നിന്ന് അവരെല്ലാ കാര്യങ്ങളും വിട്ടുപറയില്ല, ഇപ്പോഴും പറയുന്നുമില്ല. ഇതാണ് സാധാരണഗതിയിൽ നമുക്ക് അനുമാനിക്കാവുന്നത്. പക്ഷേ ഏതുവരെ പോകും എന്നതാണ് CBIയുടെ അനുഭവത്തിൽ നാം കണ്ടത്. CBIയെ എന്താണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്? എത്രമാത്രം തെറ്റായ രീതിയിലുള്ള നടപടിയാണ് സ്വീകരിച്ചത്? ആ നടപടിയാകെ തെറ്റാണ് എന്ന് സുപ്രീം കോടതി പിന്നെ പറഞ്ഞില്ലേ?
അവരെ പുറത്താക്കിയ CBI മേധാവിയെ പുനഃസ്ഥാപിക്കുന്ന നില സ്വീകരിച്ചില്ലേ? അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഈ രാജ്യത്തിലെ ഏറ്റവും ഉന്നതമായ അന്വേഷണ ഏജൻസിയെ അതിന്റെ വിശ്വാസ്യതയെ തകർക്കുന്ന രീതിയിലാണല്ലോ ഇടപെട്ടത്. എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്തു വന്നത് അതുമായി ബന്ധപ്പെട്ട്? ഇതൊരു ഭാഗം. രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ മേധാവിത്വം വഹിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, എന്താണ് അതിൻ്റെ സ്ഥിതി? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എവിടെ എത്തിച്ചു? ഇത്തരം സ്ഥാപനങ്ങളെ വിലമതിക്കണമല്ലോ. അതാണല്ലോ ജനാധിപത്യ മൂല്യങ്ങളുടെ ഏറ്റവും പ്രധാന സത്ത. ഇവിടെ നോട്ട് നിരോധനം നടപ്പാക്കി. ദുരന്തമല്ലാതെ മറ്റൊന്നും നാട്ടുകാർക്ക് സംഭാവന ചെയ്തില്ല. ജനങ്ങളെ തകർത്തു, രാജ്യത്തെ തകർത്തു. സാധാരണഗതിയിൽ ഉപദേശം തേടേണ്ടത് എവിടുന്ന? റിസർവ് ബാങ്കിൽ നിന്നാണ് ഉപദേശം തേടേണ്ടത്. റിസർവ് ബാങ്കിന്റെ അന്നത്തെ മേധാവി പറയാണ്, ഞാൻ പറഞ്ഞിരുന്നു ഇത്തരമൊരു നിരോധനം നടപ്പാക്കാൻ പാടില്ല എന്ന്. നോട്ട് നിരോധനം പോലൊരു നടപടി നടപ്പാക്കാൻ പാടില്ല എന്ന് റിസർവ് ബാങ്കിന്റെ മേധാവി ഉപദേശം നൽകിയിട്ട് ആ ഉപദേശം മറികടക്കാനുള്ള ഉപദേശം എവിടുന്ന് ലഭിച്ചു? ഇതേവരെ പ്രധാനമന്ത്രി അത് വ്യക്തമാക്കിയിട്ടില്ല. എന്തിനു ചെയ്തു? എന്ത് കാരണത്തിന് അത് തള്ളി? എന്താ അനുഭവം? രാജ്യത്തിന് തകർച്ച സംഭവിച്ചു. രാജ്യം പുറകോട്ട് പോയി. ജനങ്ങൾക്ക് വലിയ തകർച്ച സംഭവിച്ചു. നിരവധി പേർക്ക് തൊഴിലില്ലാതായി. വരുമാനത്തിന് വലിയ തിരിച്ചടിയുണ്ടായി. ഇതല്ലേ സംഭവിച്ചത്? എന്തിനോടാണ് ബഹുമാനം? ഒരു ജനാധിപത്യ സ്ഥാപനത്തോടും ബഹുമാനമില്ല. മാധ്യമങ്ങൾ ഏറ്റവും നിഷ്പക്ഷമായിരിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബന്ധപ്പെടുത്തി കൊണ്ടുപോലും റിപ്പോർട്ടുകൾ വരുന്നു. ഇടപെടലുകൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നു. എല്ലായിടവും കയറിപ്പറ്റാൻ സംഘപരിവാർ ശ്രമിക്കുന്നു. എല്ലായിടങ്ങളിലും RSSന്റെ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. നിരവധി മേഖലകളിൽ അതിൻ്റെ വ്യാപകമായുള്ള ശക്തമായ പ്രതിഷേധം ഉയരുന്നു. ഉൽപ്പതിഷ്ണുക്കളിൽ, സാഹിത്യകാരന്മാരിൽ, ബുദ്ധിജീവികളിൽ, യൂണിവേഴ്സിറ്റികളിൽ, കലാലയങ്ങളിൽ, എല്ലായിടങ്ങളിലും ശക്തമായ പ്രതിഷേധമുയരുന്നു. ഇതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. നമ്മുടെ രാജ്യം ഇന്നത്തേതുപോലെ നിലനിൽക്കണമെങ്കിൽ ഇനി BJP അധികാരത്തിലുണ്ടാകരുത് എന്നത് പൊതുവെ രാജ്യമാകെ ആഗ്രഹിക്കുകയാണ്. അതിനുതകുന്ന സമീപനം സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ അവസ്ഥയിൽ എന്താണ്? അപ്പോഴാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ അവസ്ഥ നമ്മൾ കാണേണ്ടത്. കോൺഗ്രസും കോൺഗ്രസിലെ നേതാക്കന്മാരും ഏതോ ഒരു മോഹവലയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പഴയ കാലത്ത് കോൺഗ്രസ് ആയിരുന്നല്ലോ രാജ്യത്തിലെ ഏറ്റവും വലിയ പാർട്ടി. കേന്ദ്രത്തിൽ അവർ അധികാരത്തിലായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും അവരാഗ്രഹിക്കുന്നത് പോലെ നടന്നിരുന്നു. അത് പണ്ട് ഇവരുടെ നയത്തിൻ്റെ ഭാഗമായി തന്നെ. ആ നയം എന്താ? ജനവിരുദ്ധമായ നയം, ജനങ്ങൾക്കെതിരായ നിലപാടുകൾ, ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടുകൾ. ഇതിൻ്റെ ഭാഗമായി വലിയ ശോഷണം സംഭവിച്ചല്ലോ. അത്തരം ശോഷണം സംഭവിച്ച കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളെടുത്താൽ ഇന്ന് കോൺഗ്രസ് ഒന്നുമല്ല. എന്താണ് അവസ്ഥ? 2-3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസും BJPയുമാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. അവിടെ മറ്റ് വലിയ തോതിൽ ആളുകളില്ല. അത് വസ്തുതയാണ്. അത് കഴിഞ്ഞാൽ എവിടെയുണ്ട്? സംസ്ഥാനങ്ങളുടെ ആകെ പേരുകൾ ഞാനിപ്പോൾ എടുത്തിടുന്നില്ല. പക്ഷെ എവിടെയുണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി? മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കണ്ടേ?
നമ്മുടെ രാജ്യം ഒരു പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിരവധി സംസ്ഥാനങ്ങളിൽ പ്രാദേശികമായുള്ള കക്ഷികളാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത്. അതാദ്യം അംഗീകരിക്കണം. അത് അംഗീകരിക്കുന്ന സമീപനമെടുക്കണം. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഭാഗമായി BJPക്ക് രക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. BJP എതിർക്കേണ്ടത്, തകർക്കേണ്ട ഒരു വിഭാഗമാണ് എന്ന് രാജ്യമാകെ അംഗീകരിച്ചിരിക്കുന്നു. അതാര് എന്ന് പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്. ഇതാണ് ഇന്ത്യയുടെ ഇന്നത്തെ യാഥാർത്ഥ്യം. എന്നാൽ പോകുന്ന വഴിയേതാ? ഇപ്പോ പശുവിന്റെ പേരിൽ ആളെ കൊല്ലുന്ന സംഘപരിവാര്, മധ്യപ്രദേശില് BJPയുടെ ഗവൺമെന്റ് പോയി. ഉത്തമനായ കോൺഗ്രസ്സുകാരൻ മുഖ്യമന്ത്രിയായിട്ട് വന്നു. അവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ സർക്കാരാണ്. അവിടെ ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിച്ചിരിക്കുകയാണ്, NSA. എന്തിനെ? പശുവിനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പശുവിനെ കൊല്ലാൻ പാടില്ല എന്ന നിയമം അവിടെ ഉണ്ടെങ്കിൽ ആ നിയമത്തിനനുസരിച്ചിട്ടുള്ള കുറ്റം എന്താണോ ആ കുറ്റത്തിനനുസരിച്ച് കേസെടുത്തോട്ടെ. അതിനൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഓരോ സംസ്ഥാനത്തുള്ള നിയമം എന്താണോ അതനുസരിച്ചല്ലേ കാര്യങ്ങൾ നടക്കുക. അത് വേറെ. പക്ഷേ ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഞങ്ങള് BJPക്കും RSSനും മേലെയാണ് ഈ കാര്യത്തിൽ എന്ന് കാണിക്കാൻ. ഇത് നേരത്തെ കാണിച്ചതല്ലേ? പശുവിന്റെ പേരിലുള്ള വലിയ പ്രശ്നം വന്നപ്പോ, ഗോവധ നിരോധന പ്രശ്നം ഉയർന്നു വന്നപ്പോ ഇതേ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ് പരസ്യമായി പറഞ്ഞല്ലോ, ഞങ്ങളാണ് ഗോവധം നിരോധിച്ചവർ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അന്ന് പശുവിന്റെ പേരിൽ ആളുകളെ ആക്രമിക്കുകയാണ്, കൊലപ്പെടുത്തുകയാണ് സംഘപരിവാർ. ആ സംഘപരിവാറിനേക്കാളും മേലെ ഞങ്ങളാണ് എന്ന് കാണിക്കാൻ. നിങ്ങൾ വർഗീയതയാണ് എതിർക്കുന്നത്. നിങ്ങൾ മതനിരപേക്ഷതയെ സംരക്ഷിക്കുകയാണോ? മതനിരപേക്ഷതയെ സംരക്ഷിക്കലാണെങ്കിൽ വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കാൻ തയ്യാറാവണം. വർഗീയതയോട് സമരസപ്പെട്ടുകൊണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കാനാവില്ല. കോൺഗ്രസ് അയോധ്യ പ്രശ്നത്തിൽ സ്വീകരിച്ച നിലപാട് നോക്കി. സംഘപരിവാറിന്റെ നേതാക്കന്മാർ അമിത്ഷാ മുതൽ ഏതൊക്കെ ആളുകളുണ്ടോ എല്ലാവരും വന്ന് പരസ്യമായി പറയുന്നു, സുപ്രീം കോടതിയോട് പറയുന്നു, ഒരു കാര്യം ഓർത്തോളണം, നിങ്ങളുടെ അനുമതിയോടെയല്ല പള്ളി പൊളിച്ചത്. നിങ്ങളുടെ അനുമതി വേണ്ട ഞങ്ങൾക്കവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ. ഞങ്ങൾ നിർമ്മിക്കും. ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിധി വരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിർമ്മിക്കും. പരസ്യമായി സുപ്രീം കോടതിയെ അവഹേളിക്കുക, ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെ ഒരു നിയമവാഴ്ചയുടെ രാജ്യത്ത് നടക്കുന്ന കാര്യമാണോ? അങ്ങനെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ് ജോഷി പരസ്യമായി പറയാണ്, രാമക്ഷേത്രം ഇവർ നിർമ്മിക്കില്ല, ഞങ്ങൾ നിർമ്മിക്കും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം നിർമ്മിക്കും. എവിടെയാ നിങ്ങളുടെ സ്ഥാനം? എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത്? സംഘപരിവാറിന് മേലെ നിൽക്കാൻ. ഈ നിലപാടോടെ മതനിരപേക്ഷത സംരക്ഷിക്കാനാവുമോ? ഇതാണ് പ്രശ്നം. അതാണ് നിലപാടെടുക്കേണ്ടത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വന്ന തെറ്റുകൾ തിരുത്തലാണ്. ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കലാണ്. നല്ല രീതിയിൽ അത് തിരുത്താൻ തയ്യാറാവണം. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോ
മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ നടക്കുന്നുണ്ടല്ലോ. ജാഥ നല്ലതാണ്, ജാഥ നടന്നതിൽ തെറ്റൊന്നുമില്ല, നല്ല കാര്യമാണ്, നല്ല കാര്യങ്ങൾ പറയുന്നതും നല്ലതാണ്. പക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്? അവര് ഒരേ തൂവൽ പക്ഷികളായിരിക്കുന്ന കാലത്ത് ലാവ്ലിൻ കേസിൽ എന്തോ ഒരാൾ പറഞ്ഞു എന്നുള്ളത് വെച്ച് ആ പറഞ്ഞത് പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ക്രൂശിക്കണം എന്നുള്ള കാര്യമാണല്ലോ. അതിന് നിങ്ങൾ ചില നടപടികൾ സ്വീകരിക്കണമെന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടാകുക. അതിങ്ങനെ പരസ്യമായി വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതല്ലേ യഥാർത്ഥത്തിൽ പറഞ്ഞത്. അല്ലാതെ പിണറായി വിജയനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആരും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടുത്ത് പോയിട്ടില്ലല്ലോ. അങ്ങനെ നില ഒരു കാലത്തും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ലല്ലോ, ഞങ്ങളെ കൂടെയുള്ളവരും സ്വീകരിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. ഒരേ തൂവൽ പക്ഷികളായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അതെന്തിനാണ് ഇപ്പം വിളിച്ചു പറയുന്നത്? നിങ്ങൾ തമ്മിൽ എന്തോ സ്വകാര്യം പറഞ്ഞതിന് ഞങ്ങൾ നാട്ടുകാരോട് എന്തിനത് വിളിച്ചു പറയുന്നു? ഇനി ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും വിരോധം ഈ പറഞ്ഞവരോട് ഉണ്ടാവുക എന്നാണെങ്കിൽ അങ്ങനെയെല്ലാം എന്തെല്ലാം വിവരങ്ങൾ ഞങ്ങളെ കയ്യിലുണ്ട് മുല്ലപ്പള്ളി. ആ വിവരങ്ങളൊക്കെ ഞങ്ങൾ ആർക്കെങ്കിലും എതിരെയുള്ള വിരോധാക്കിയിട്ട് വെച്ചിട്ടുണ്ടോ? അതൊന്നും ഞങ്ങളെടുത്ത് വീഴുന്ന പരിപ്പല്ല, അത് മനസ്സിലാക്കണം. അത് പോട്ടെ, അതൊരു ചെറിയ കാര്യമാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ സെൻസുള്ള ഒരാള് ഈ കേരളത്തിൽ CPIM-നെ BJP-യെ നേരിടാൻ വേണ്ടി നിങ്ങൾ ചില കണ്ടീഷൻസ് പാലിച്ചാൽ നമുക്കൊന്നിച്ച് നിൽക്കാം എന്ന് പറയാൻ അല്പ സെൻസ് ഉണ്ടെങ്കിൽ പറയൂ അങ്ങനെ ഒരു കാര്യം. കാരണം നിങ്ങൾ ആരാണെന്ന് ഈ നാട്ടിലറിയില്ലേ? നിങ്ങളാണോ BJP-യെ നേരിടുന്നത്? നിങ്ങളാണോ ഈ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി നിലനിർത്തുന്നത്? രാജ്യമാകെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ പടയോട്ടം നടക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്നില്ല? നിങ്ങളുടെ കരുത്താണോ? നിങ്ങളുടെ ശക്തിയാണോ? ഇടതുപക്ഷത്തിന്റെ കരുത്തല്ലേ? ഞാൻ കൂടുതൽ ഇപ്പം അതിനെക്കുറിച്ച് പറയുന്നില്ല. നല്ലവണ്ണം ഓർക്കണം അത്തരം കാര്യങ്ങൾ. ഈ നാടിന് ആ കാര്യം നല്ല ബോധ്യമുണ്ട്. ഇടതുപക്ഷമാണ് ഈ നാടിനെ ഇന്നത്തെ നിലയിൽ കാത്തു സൂക്ഷിക്കുന്നത്, ഈ നാടിനെ പ്രത്യേക നിലയിൽ നിർത്തുന്നത്. ഞങ്ങൾ A ടീമിനെതിരെ മാത്രമല്ല B ടീമിനുമെതിരാണ്. വർഗീയതയുടെ A ടീമായാലും B ടീമായാലും ഞങ്ങൾ രണ്ടിനെയും എതിർക്കും. നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങളുടെ ആ സമരസപ്പെട്ടു പോകുന്ന രീതി ഉപേക്ഷിക്കലാണ്. അതാദ്യം പറ. ഞങ്ങൾ ഇത് ഉപേക്ഷിച്ചു എന്ന് പറ. അങ്ങനെ യഥാർത്ഥ രാഷ്ട്രീയ പ്രസ്ഥാനമായി നിൽക്കാൻ നോക്ക്. മതനിരപേക്ഷമാണെന്ന് പറയുമ്പോൾ ആ മതനിരപേക്ഷതയുടെ ഭാഗമായി വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ നോക്ക്. അതാണ് വേണ്ടത്. മറ്റത് പിന്നെ അപഹാസ്യമായൊരു കാര്യമാണ്, അതിന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് നമുക്കൊന്നിച്ച് നിന്ന് കളി അതൊക്കെ പറയുന്നത് എല്ലാവരും പുച്ഛിച്ചു തള്ളുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരമൊരു നിലപാട് ആദ്യം സ്വീകരിക്കാൻ ശ്രമിക്കണം. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ചിലർ ചോദിക്കുന്നുണ്ട്, ഇടതുപക്ഷത്തിന് ഇപ്പോൾ വലിയ തോതിൽ ഭൂരിപക്ഷത്തിലേക്ക് എത്താനൊക്കെ വഴിയുണ്ടോ? അത്രമാത്രം ശക്തിയുണ്ടോ? നമ്മുടെ രാജ്യത്ത് ഇതേവരെയുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ ആ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിലും ഇടതുപക്ഷത്തിന് അധികാരത്തിലെത്താൻ മാത്രമുള്ള സ്വാധീനം രാജ്യത്തിന്റെ പൊതുവായ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടുള്ള കോൺഗ്രസ് ഇതര BJP ഇതര ഗവൺമെന്റുകൾ എടുത്താൽ ആ ഗവൺമെന്റുകൾ അധികാരത്തിൽ വരുന്നതിന്, അതിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിന്, അതിന് തുറന്നുള്ള ഭരണ നടപടികളിൽ എല്ലാം ഇടതുപക്ഷത്തിൻ്റെ
കൃത്യമായ ഇടപെടലുകളും സ്വാധീനവും ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഒരു ചെറിയ കാര്യം ഇപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്. അത് ഒന്നാം UPA ഗവൺമെന്റ് കാലം നമ്മുടെ രാജ്യത്ത് വാജ്പേയിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ 5 വർഷം ഇരുന്ന ഘട്ടം. വീണ്ടും വാജ്പേയിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന് വലിയ നാശം സംഭവിക്കാനിടയുള്ളൊരു ഘട്ടം. അതായിരുന്നു ഒന്നാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വരാനിടയായത്. ഇടതുപക്ഷം അതുമായി സഹകരിക്കാനിടയാക്കിയ രാഷ്ട്രീയ നിലയും അതായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആ UPA ഗവൺമെന്റ് ഒരുപാട് ജനദ്രോഹപരമായ നടപടികൾ ചെയ്യാൻ സാധാരണ കോൺഗ്രസ് ആലോചിക്കുന്നത് പോലെ ആലോചിച്ചു. പക്ഷേ പലതും നടന്നില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ പിന്തുണ, ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം മാത്രമല്ല, ഇപ്പൊ കാണുന്ന തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള, വനാവകാശ നിയമം പോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഈ ഇടതുപക്ഷ സാന്നിധ്യം കൊണ്ട് ആ സർക്കാരിനെ നടപ്പാക്കേണ്ടി വന്നു. അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത, ഇടതുപക്ഷ സാന്നിധ്യത്തിന്റെ പ്രത്യേകത. വേറൊന്ന്, നമ്മുടെ തൊട്ട കർണാടകയിൽ 40 കോടി എടുത്തിട്ടാണ് പോലും ഓരോ MLA പിന്നാലെ നടക്കുന്നത്. 40 കോടിയാണ് പോലും ഒരു MLAക്ക് പറയുന്ന വില. ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത എന്താ? ഏത് MLAക്ക് ആണ് ഈ വില പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ് MLAക്കാ. കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കന്മാര് BJP ചേക്കേറിയത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജയിച്ച് നാട്ടുകാർ ജയിപ്പിച്ചയക്കുകയാണ്. ജയിപ്പിച്ചയച്ചതിന് ശേഷം ഈ പൈസയും വാങ്ങി BJPയുടെ കൂടെ ചേരുകയാണ്. ഇങ്ങനെ വല്ല ആശങ്കയും ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഉണ്ടാകുമോ? ഉണ്ടാവും. പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ഒരുപാട് നുണപ്രചരണങ്ങൾ ഉണ്ടാവും. എന്നാൽ ഇതെല്ലാം കണ്ടും അറിഞ്ഞും അനുഭവിച്ചും ശീലമുള്ളവരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ 2004 നാം നേടിയതുപോലുള്ള ഒരു വലിയ വിജയം കേരളത്തിൽ LDF നേടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനെ തകർക്കാനുള്ള ശ്രമം ഈ രണ്ടു കൂട്ടരും ഒന്നിച്ച് നടത്തുകയാണ് എന്ന് നാം കാണണം. ഞാൻ ആ വശത്തിലേക്ക് ഇപ്പൊ കൂടുതലായിട്ട് പോകുന്നില്ല. മറ്റ് സഖാക്കൾ സംസാരിക്കാനുണ്ട്, അവരാ കാര്യങ്ങൾ പറയും എന്നുള്ളത് കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അക്കാര്യത്തിൽ നാം ജാഗ്രത പാലിക്കണം. അതിൽ രണ്ടു കൂട്ടരും ഒരു സ്ഥാനത്താണ്. BJP ആദ്യം പറയും, അതേ ന്യായം പിന്നെ കോൺഗ്രസ് പറയും. ഇടതുപക്ഷത്തെ എതിർക്കാൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എതിർക്കാൻ. ഇത് നാം ഗൗരവമായി കാണണം. നമ്മുടെ നാട്, ഈ നാടിന്റെ പ്രത്യേകത, ഇടതുപക്ഷത്തിന്റെ കരുത്ത്, അത് ശരിയായ രീതിയിൽ പ്രകടമാക്കാൻ എല്ലാ രീതിയിലും തയ്യാറാകണം എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഈ ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.